വീണ്ടും നമ്മൾ സന്നിധാനത്തേക്ക് അവിടെ മഹാദീപാരാധനയ്ക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. സന്നിധാനത്തു നിന്ന് തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ, അവരുടെ പ്രതിനിധികൾ അവിടേക്ക് യാത്രയായിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് അവിടേക്ക് അയ്യപ്പൻ്റെ അനുജ്ഞ വാങ്ങി ഹാരമണിഞ്ഞ് ഭസ്മക്കുറി ചാർത്തി അവരവിടേക്ക് പുറപ്പെട്ടത്. ആ സംഘം അല്പസമയത്തിനകം ശരംകുത്തിയിലെത്തും. അപ്പോഴേക്കും ശബരിപീഠത്തിൽ നിന്ന് ശരംകുത്തിയെ ലക്ഷ്യമാക്കി തിരുവാഭരണ ഘോഷയാത്ര ഇപ്പോൾ മുന്നോട്ട് വരികയാണ്. തൃക്കേട്ട രാജരാജവർമ്മ, പന്തളം കൊട്ടാരത്തിൻ്റെ പ്രതിനിധി തൃക്കേട്ട രാജരാജവർമ്മ നയിക്കുന്ന ആ ഘോഷയാത്ര ഇങ്ങനെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘോഷയാത്രയെ സ്വീകരിച്ച് അല്പസമയത്തിനകം സന്നിധാനത്തേക്ക് വലിയൊരു ഘോഷയാത്രയായി ആ സംഘം എത്തും. അത് ദർശിക്കുന്നതിനുമൊക്കെയായി ഇങ്ങനെ ഭക്തരവിടെ കാത്തു നിൽക്കുകയാണ്. സോപാനത്തിന് മുന്നിലുള്ള വലിയ വിളക്കിൽ അവിടെ തിരികളൊക്കെ ഇപ്പോൾ നിറയ്ക്കുകയാണ്. അതൊക്കെ ഇന്നത്തെ ദീപാരാധന സമയത്ത് തെളിക്കേണ്ടതാണ്. അവിടെയൊക്കെ കർപ്പൂര ദീപങ്ങളൊക്കെ ജ്വലിക്കും. ആ സമയത്ത് അതിനൊക്കെ അവിടെ ആകെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ നടക്കുകയാണ്. സന്നിധാനത്ത് ദീപാരാധനയ്ക്കൊരുക്കം, മഹാദീപാരാധനയാണ് നടക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ട്. കൊടിമരം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ വിളക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. 18-ാം പടിയുടെ തൊട്ട് മുകളിലുള്ള കാഴ്ചകളായിരുന്നു നമ്മൾ കണ്ടത്. വലിയ നടപ്പന്തലിലെ ക്യൂ കോംപ്ലക്സിലൊക്കെ ഇങ്ങനെ ഭക്തർ കാത്തു നിൽക്കുകയാണ്. സന്നിധാനത്തിൻ്റെ കമനീയമായി അലങ്കരിച്ച ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ MG പ്രതീഷിലേക്ക് പോവുകയാണ്. പമ്പയിലാണ് പ്രതീഷ് ഉള്ളത്. പ്രതീഷ്, പമ്പയിലെ സാഹചര്യം എന്താണ്? അവിടെയും ഈ ദീപാരാധന സമയത്ത് അവിടെ ഇപ്പോൾ ഗണപതി കോവിലിൽ ദീപാരാധനയുണ്ടാകും. അത് കഴിഞ്ഞാൽ ഹിൽ ടോപ്പിലൊക്കെ നിന്ന് പൊന്നമ്പലമേട് കാണാവുന്ന സ്ഥലത്തൊക്കെ വലിയ തിരക്കുണ്ടാകും. അവർ എന്തൊക്കെ നിയന്ത്രണങ്ങളുണ്ട് ഇപ്പോൾ? ആ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തുന്നത് എപ്പോഴായിരിക്കും? വിജയകുമാർ, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് ഈ തീർത്ഥാടകരുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രാവിലെ മുതൽ തന്നെ വലിയ തീർത്ഥാടന തിരക്ക് പമ്പയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം ഈ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിച്ചതോടുകൂടി തന്നെ കൂടുതൽ തീർത്ഥാടകരും പമ്പയിലാണ് ക്യാമ്പ് ചെയ്യുന്നത്. ഈ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഗേറ്റ് വഴിയായിരിക്കും ഈ പമ്പ ഗണപതി ക്ഷേത്രം വഴി സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ കയറ്റിവിടുന്നത്. ഇപ്പോൾ തന്നെ ഈ ഗേറ്റിന്റെ ഒരു 100 മീറ്ററോളം വലിയ തീർത്ഥാടകരുടെ ക്യൂ ഉണ്ട്. ഈ ദീപാരാധന കഴിഞ്ഞ് മാത്രം ഈ തീർത്ഥാടകരെ കയറ്റി വിട്ടാൽ മതിയെന്നുള്ള ഒരു നിർദ്ദേശമാണ് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ്. ഏകദേശം ഈ 20,000-ഓളം തീർത്ഥാടകർ തന്നെ നിലവിൽ ഈ പമ്പയിൽ അയ്യപ്പ ദർശനത്തിനായി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ തന്നെ ശബരിമലയിൽ അയ്യപ്പ ദർശനം പൂർത്തിയാക്കി തിരികെ പമ്പയിലെത്തിയ നിരവധി തീർത്ഥാടകർ ഇപ്പോഴും പമ്പയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം അവർ കാത്തിരിക്കുന്നത് ഈ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്ന ആ ഒരു ദർശനത്തിന്, അല്ലെങ്കിൽ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയാണ് ആ തീർത്ഥാടകർ കാത്തു നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പമ്പ ഹിൽ ടോപ്പാണ്. പമ്പയിൽ ഈ മകരജ്യോതി ദർശനത്തിനായുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹിൽ ടോപ്പിലാണ്. ഉച്ചയോടുകൂടി തന്നെ ഹിൽ ടോപ്പിൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പർണശാലകൾ തീർത്ത് ആ ഒരു ദർശനത്തിനായി, ആ ഒരു നിമിഷത്തിന്റെ ആ ഒരു ദർശനത്തിനായി ഓരോ തീർത്ഥാടകരും കാത്തു നിൽക്കുകയാണ്. അതാ ഈ കേരളത്തിൽ നിന്ന് എത്തിയവരും ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരുമുണ്ട്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്ന് തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ പമ്പയിൽ നിലവിൽ ക്യാമ്പ് ചെയ്യുന്നത്. ഒപ്പം കൂടുതൽ തീർത്ഥാടകർ എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ വീണ്ടും സന്നിധാനത്തെത്തും. ഈ സന്നിധാനത്ത് നിലവിൽ ഉള്ള തീർത്ഥാടകർ പമ്പയിലേക്ക് ഇറങ്ങി തുടങ്ങുന്നതിനനുസരിച്ചായിരിക്കും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്നത്. കാരണം തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള തീർത്ഥാടകരുടെ ഈ പോക്ക് നിയന്ത്രിച്ചിട്ടുള്ളത്. 6:30 തന്നെ ദീപാരാധനയ്ക്ക് ശേഷം 6:30 തന്നെ ഈ തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് കയറ്റിവിടും. ഈ ശരംകുത്തിയിൽ നിന്നെത്തുന്ന ശരംകുത്തിയിൽ നിന്ന് ഈ നമ്മുടെ ഈ വിഗ്രഹം ഒക്കെ തന്നെ ഇതെല്ലാം തന്നെ സന്നിധാനത്ത് എത്തിയ ശേഷമായിരിക്കും തീർത്ഥാടകരെ ഇവിടെ നിന്ന് കയറ്റിവിടുന്നത്. അതിനുശേഷം ഈ കൂടുതൽ തീർത്ഥാടകർ എത്തിയാലും അതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുമെന്നതാണ് നിലവിൽ ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിരിക്കുന്ന കാര്യം. കാരണം ഇനി ഈ മകരവിളക്ക് കഴിഞ്ഞാൽ പോലും വരും ദിവസങ്ങളിലും അയ്യപ്പ ദർശനത്തിനായി തീർത്ഥാടകർക്ക് ക്രമീകരണം സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയാണ് പമ്പയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. പമ്പയിൽ തീർത്ഥാടകരെ ഇപ്പോൾ പമ്പയിലുള്ള തീർത്ഥാടകർ അവിടെ തന്നെ തുടരണം. അവർക്ക്
സന്നിധാനത്തേക്ക് യാത്രയ്ക്കുള്ള അനുമതി ഇപ്പോഴില്ല. അത് ദീപാരാധന കഴിഞ്ഞ് അവിടെ തീർത്ഥാടകരെ ദർശനത്തിന് അനുവദിച്ച ശേഷം മാത്രമേ പമ്പയിൽ നിന്ന് അയ്യപ്പ ഭക്തരെ അവിടേക്ക് അയക്കുകയുള്ളൂ. അതിന് ഏതാനും മണിക്കൂറുകൾ കൂടി അവിടെ കാത്തിരിക്കണം. നേരത്തെ അറിയിച്ചിട്ടുള്ളതായതുകൊണ്ട് ഭക്തർ പമ്പയിൽ നിന്ന് പ്രവേശനത്തിന് അനുമതി എപ്പോഴാണോ നൽകുന്നത് അതുവരെ അവിടെ അയ്യപ്പ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് കാത്തു നിൽക്കുകയാണ്. നമ്മളിനി നിലയ്ക്കലിലേക്കാണ് ഒരിക്കൽ കൂടി പോകുന്നത്. ഗോകുൽ. അതെ, നിലയ്ക്കലിൽ എങ്ങനെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഇപ്പോൾ തന്നെ ഒരുപാട് ഭക്തർ അവിടെ കാത്തു നിൽപ്പുണ്ട്. ഈ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും അവരെയൊക്കെയും പമ്പയിലേക്ക് പോലും കടത്തിവിടുക. ഒപ്പം മലയിറങ്ങുന്ന ഭക്തരെ തിരികെ അവരുടെ നാടുകളിലേക്ക് അല്ലെങ്കിൽ അവർക്ക് പോകേണ്ട റെയിൽവേ സ്റ്റേഷനുകളിലേക്ക്, ബസ് സ്റ്റേഷനുകളിലേക്കൊക്കെ എത്തിക്കുക, അതിൻ്റെ എല്ലാം നിയന്ത്രണം KSRTCയുടെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ കൂടിയാണ് നിലയ്ക്കൽ. ശ്രീകുമാരൻ ചെയ്യുന്നുണ്ട്. ഒപ്പം അവിടെയും ഒരുപാട് ഭക്തർ പൊന്നമലമേട് കാണാവുന്ന ഇടങ്ങളിൽ തമ്പടിച്ചു നിൽപ്പുണ്ട്. ശ്രീജിത്ത്, നിലയ്ക്കലെ ഒരുക്കങ്ങൾ എങ്ങനെയാണ്? നിലയ്ക്കലെ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? എപ്പോഴായിരിക്കും ഇനി നിലയ്ക്കൽ മുതൽ പമ്പയിലേക്ക് ഭക്തരെ കടത്തിവിടുക? ഒപ്പം മലയിറക്കത്തിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ തിരിച്ച് വരുന്ന ഭക്തരുടെ മടക്കം എല്ലാം നിയന്ത്രിക്കുന്നത് നിലയ്ക്കലിൽ നിന്നാണ്. ഇപ്പോൾ തന്നെ നിലയ്ക്കൽ മുതൽ പമ്പ വരെ ഏതാണ്ട് ബസ്സുകളുടെ നീണ്ട നിര നമുക്ക് റോഡിൻ്റെ ഒരു വശത്ത് കാണാമായിരിക്കാം. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഗോകുൽ നേരത്തെ പറഞ്ഞതുപോലെ നിലയ്ക്കലിൽ നിന്ന് ഒരു വാഹനങ്ങളും ഇപ്പോൾ പമ്പയിലേക്ക് കടത്തിവിടുന്നില്ല. അത് രാവിലെ 10 മണി മുതൽ ബ്ലോക്ക് ചെയ്തിരുന്നു. അതിനുശേഷം 11 മണിക്ക് ചില KSRTC ബസ്സുകൾ പമ്പയിലേക്ക് കടത്തിവിട്ടതല്ലാതെ മറ്റു വാഹനങ്ങളൊന്നും ബ്ലോക്ക് ചെയ്യുന്നില്ല. ആ ദൃശ്യങ്ങൾ അവിടെ KSRTC ബസ്സുകൾ അത് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനുള്ളതാണ്. പമ്പയിലേക്കുള്ളൊരു വാഹനം മാത്രമാണ് നിർത്തിയിട്ടുള്ളത്. അത് നേരത്തെ പ്രതീക്ഷ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്നത് പോലെ മകരവിളക്ക് ദർശനത്തിന് ശേഷം മാത്രമായിരിക്കും, ദീപാരാധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുക. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചില വാഹനങ്ങൾ അവർ ദർശനം കഴിഞ്ഞ് അവരുടെ നാടുകളിലേക്ക് മടങ്ങുന്നുണ്ട്. നാടുകളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞാൽ അട്ടത്തോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്ക് അവിടെ മകരജ്യോതി ദർശിക്കാനുള്ള അവസരം ഉണ്ട്. അതിനുവേണ്ടി അത്തരം മേഖലകളിലേക്ക്, ഉയർന്ന മേഖലകളിലേക്ക് മാറുന്ന ഭക്തരെ മാത്രമാണ് കാണുന്നത്. ഇതാ ഇപ്പോൾ കെട്ടൊക്കെ നിറച്ച് വരുന്ന ഭക്തരുണ്ട്. അല്ലാതെ ഈ ദർശനം കഴിഞ്ഞ് അഭിഷേകമൊക്കെ കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തരുണ്ട്. ഇപ്പോഴും ആ ദൃശ്യങ്ങളിൽ നേരെ ആ KSRTC ബസ് സ്റ്റാൻഡ് ആ ദൃശ്യത്തിൻ്റെ ഭാഗത്തേക്ക് കാണിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ ഭക്തർ ബസ്സിന് വേണ്ടി ഇതിന് മുൻവശത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ വാഹനം ഇപ്പോൾ പോകുന്നില്ല. പമ്പ എന്നെഴുതിയ ബസ്സിന് വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ വാഹനം, ആ KSRTC ബസ് ഇപ്പോൾ പോകുന്നില്ല. മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അവിടെ കടത്തിവിടുകയുള്ളൂ. അട്ടത്തോട് വരെ വാഹനം കടുത്ത ബ്ലോക്ക് നേരിടുന്നുണ്ട്. സ്വാഭാവികമായി അതെല്ലാം തന്നെ മുന്നിൽ കണ്ടാണ് അങ്ങനെ ഒരു സജ്ജീകരണം ഒരുക്കിയിട്ടുള്ളത്. കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ നിലയ്ക്കലില്ല. ശരി, ഏതായാലും കടുത്ത നിയന്ത്രണങ്ങൾ ഇപ്പോഴുണ്ട്. അതിനി ഈ മകരവിളക്ക് ദർശനത്തിന് ശേഷമായിരിക്കും, ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും പമ്പയിൽ നിന്നാണെങ്കിലും നിലയ്ക്കൽ നിന്നാണെങ്കിലും ഒക്കെ ഭക്തരെ ശബരിമലയിലേക്ക്, സന്നിധാനത്തേക്ക് മല കയറാൻ അനുവദിക്കുക. ഒപ്പം മലയിറങ്ങാനുള്ള അവസരവും അതിനുശേഷമായിരിക്കും. ഇപ്പോൾ ഏതാണ്ട് ശരംകുത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് തിരുവാഭരണ ഘോഷയാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയാണ് ആചാരപരമായ വരവേൽപ്പ്. സന്നിധാനത്ത് നിന്ന് അതിനുള്ള സംഘം, ദേവസ്വത്തിൻ്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുടെ, പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ പ്രതിനിധികൾ അടങ്ങുന്ന ഭക്തരുടെ വലിയ സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇനി വാദ്യഘോഷങ്ങളുടെ, തീവട്ടിയുടെയും ഒക്കെ ദീപപ്രഭയിൽ, അത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള, കർപ്പൂരാഴിയുടെ അകമ്പടിയോടുകൂടിയുള്ള ആ തിരിച്ചെഴുന്നള്ളത്താണ്. ആ എഴുന്നള്ളത്താണ് ഇനി ഏറ്റവും ശ്രദ്ധേയമാകുന്ന ദൃശ്യം. സന്നിധാനത്തേക്കുള്ള തിരുവാഭരണ ഘോഷയാത്രയുടെ കടന്നുവരവ് ഏതാനും മിനിറ്റുകൾക്കകം തന്നെയുണ്ട്. അവിടെ വലിയ സ്വീകരണം, ശരംകുത്തിയിലടക്കം അവിടെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിൽ വലിയ സ്വീകരണം നൽകുന്നുണ്ട്. ആചാരപരമായ വരവേൽപ്പിലേക്കാണ് ഇനി നമ്മൾ പോകേണ്ടത്.